അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളൊക്കെ എങ്ങനെയാണ് മാറ്റുക എന്നറിയില്ല. ഞാൻ അതിൻ്റെ ഒരു ഗുണപാഠത്തിന് വേണ്ടി ഒറ്റ കാര്യം കൂടി പറയാം. തെക്കൻ കേരളത്തിൽ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മുസ്ലിം അടുത്ത കാലത്ത് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം അദ്ദേഹത്തെ ചെറുതായി കാണിക്കാനോ മറ്റൊന്നല്ല നമ്മളിത് പറയുന്നത്. നമുക്ക് ഇതിൽ വലിയൊരു ഗുണപാടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും വിമർശിക്കുകയും ചെയ്ത മുസ്ലിം പേരുള്ള ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ തെക്കൻ കേരളത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ വസിയത്ത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ തെക്കൻ കേരളത്തിലെ ഒരു സ്ഥലത്തൊരു പള്ളിയില് മറവ് ചെയ്തു. അങ്ങനെ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ ബന്ധുക്കളായ ചിലർ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. നിരീശ്വരവാദിയായ ഇയാൾക്ക് അദ്ദേഹം ചൊല്ലിയോ എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അദ്ദേഹത്തെ അവിടെ തെക്കൻ കേരളത്തിൽ ഒരു പള്ളിയിൽ മറവ് ചെയ്തു. ഈ മറവ് ചെയ്ത ഈ അവസരത്തിൽ മലപ്പുറം ജില്ലയിലുള്ള ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു സുഹൃത്ത്, ഒരു മുസ്ലിം, ഒരു നിരീശ്വരവാദി, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? പരസ്യമായിട്ട് പറഞ്ഞതാണിത്. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും, എത്ര ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്താലും അദ്ദേഹത്തിന്റെ ചെവിയുടെ അപ്പുറത്തേക്ക് അത് എത്തൂല, നിങ്ങൾക്ക് കഴിയില്ല. നമ്മളെന്താണ് ചിന്തിക്കുക? നിരീശ്വരവാദി എന്തെങ്കിലും ആവട്ടെ, ഒരു മനുഷ്യൻ ആ മരണ നേരത്തെ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് നമ്മളൊക്കെ ചിന്തിക്കും. പക്ഷെ ഈ മനുഷ്യൻ ചിന്തിച്ചത് അങ്ങനെയല്ല. നിങ്ങളിത് ചൊല്ലിക്കൊടുക്കാന്നല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ ചെവിയുടെ അപ്പുറത്തേക്ക് അത് എത്തൂല. അത്രയും നിരീശ്വരത്വത്തിന്റെ ആദർശമായി അടിയുറച്ച മനുഷ്യനാണത് എന്ന് പറഞ്ഞിട്ട് നിർത്താണെങ്കിൽ സമാധാനമുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ അഥവാ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ മരിച്ചാൽ 3 ഓപ്ഷൻസ് ഞാൻ എൻ്റെ ഭാര്യയോടും പെൺകുട്ടിയോടും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. 3 ഓപ്ഷൻസ് ആണുള്ളത് മരിച്ചു കഴിഞ്ഞാൽ മൂപ്പര്. ഒന്നാമത്തെ ഓപ്ഷൻ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ. കാരണം അത് കഴിഞ്ഞോളന്നില്ല. ചിലപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിരിക്കുമല്ലോ. എന്തായാലും ഒരു നിരീശ്വരവാദി ആയിരിക്കുമ്പോൾ ഒത്തിരിയൊക്കെ ബുദ്ധി ഉണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ശ്രദ്ധിക്കണം നിങ്ങൾ. അദ്ദേഹം പറയാണ്, എന്റെ മൃതശരീരം മൃഗങ്ങൾക്ക് വെട്ടി നുറുക്കി കൊടുക്കണം. ആർക്ക് വേണം നിന്റെ ഈ ജീവനില്ലാത്ത ശരീരം? വന്യമൃഗങ്ങൾക്ക് പോലും വേണ്ട. ചില വന്യമൃഗങ്ങൾ ജീവനുള്ളതിനെ തിന്നുള്ളൂ. വെട്ടി നുറുക്കിയാണ്ട് ഇട്ടുകൊടുക്കുന്ന ഈ ലോകത്തിലൊറ്റ മനുഷ്യനും ഇതുപോലെ ഒരു വസിയത്ത് ചെയ്തിട്ടില്ല. അറിയാമോ നിങ്ങൾക്ക്? എത്രമാത്രം ധിക്കാരം ആ മനുഷ്യനുണ്ടെന്ന് നോക്കിയേ. മൂന്നാമത്തെ ഓപ്ഷൻ മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു മഹലിൽ, ഞാനൊക്കെ പറയാത്തത് ആ വ്യക്തിയെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു മഹലിൽ കോട്ടയം ജില്ലയിൽ മരിച്ച എന്റെ സുഹൃത്തിന് നിങ്ങൾ കൊടുത്തതുപോലെ എനിക്കും ഒരു കുഴിമാടം തരണം എന്ന് പറയാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്താണ്. അല്ലാഹു പറയാണ്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിനെ മറന്ന് നീ ഇങ്ങനെ ജീവിക്കുന്നത് എന്താണ്? അല്ലദീ ഖലഖക, അവനല്ലടോ നിന്നെ സൃഷ്ടിച്ചത്, ഫസവ്വാക, നിന്നെ കുറ്റമറ്റതാക്കിയില്ലേ, ഫഅദലക, നിന്നെ പരിപൂർണ മനുഷ്യനായി അല്ലാഹു സൃഷ്ടിച്ചില്ലേ, ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, നീ എങ്ങനെ ഉണ്ടാവണമെന്ന് അല്ലാഹു കരുതിയോ അതുപോലെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ പരിചരിക്കുന്ന നഴ്സുമാർക്കോ ഗവേഷണം നടത്തുന്ന സയന്റിസ്റ്റുകൾക്കോ നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളതിന് യാതൊരു ഐഡിയയുമില്ല. അള്ളാഹു നമ്മളെങ്ങനെ ഉണ്ടാകണമെന്ന് അള്ളാഹുവിനൊരു മശീയത്തുണ്ട്. ഇത് അള്ളാഹു ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്റെ ശരീരത്തെ വെട്ടിനുറുക്കിയിട്ട് ഈ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സുണ്ടല്ല, ആ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആ ഖൽബ് എന്ന് പറയുന്ന വാക്കുണ്ടല്ല, അറബി വാക്ക്, ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറുന്നതിനാണ്. ആ ഖൽബ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിന്റെ അർത്ഥം മാറുന്നതിനാണ്. രാവിലത്തെ നമ്മുടെ മനസ്സല്ല, വൈകുന്നേരമാകുമ്പോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക.